ഹലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കയടയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ട്ടോ. സാധാരണ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലല്ല, കുറച്ചും കൂടി ടേസ്റ്റും മണവും ഒക്കെ കിട്ടാൻ വേണ്ടി, സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഞാൻ ചക്കയട ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ? അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചക്ക എല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണ്ട ട്ടോ. ചക്കയെല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടും നമ്മുടെ ഈ ചക്ക അടിച്ചത് ഈ നെയ്യിലേക്ക് ഇട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കാം. നെയ്യിലേക്ക് ഇട്ട് വരട്ടുമ്പോൾ നമ്മൾ സാധാരണ ഇതിനുണ്ടാക്കണേക്കായും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാനും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കാനും ആ നെയ്യിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഒക്കെ അതിനൊക്കെ നല്ലതാണ്. കുറച്ചു നേരം ഈ നെയ്യിലിട്ട് നമ്മുടെ ചക്ക നന്നായിട്ട് വരട്ടിയെടുക്കും. ഇനി നമ്മൾ ശർക്കര പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ശർക്കര അലിയിപ്പിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഈ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് വെള്ളം പറ്റിച്ച് വരട്ടി എടുക്കാം. അപ്പൊ നമുക്ക് ഓവറായിട്ട് വെള്ളമായിട്ട് പോവില്ല, നമ്മുടെ പാകത്തിന് തയ്യാറാക്കി എടുക്കാം. ഈ നെയ്യിലും ശർക്കരയിലും കിടന്ന് നമ്മുടെ ചക്ക നന്നായിട്ട് ഇതിലേക്ക് ഇതെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റിന് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കാം. അപ്പൊ ഏലക്ക പൊടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഈ മിക്സിയിലേക്ക് ഇട്ട് പെട്ടെന്നൊന്ന് കറക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ഏലക്ക നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് പൊടിയായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഏലക്കൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഏലക്ക നന്നായിട്ട് ഈ ചക്കയിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, ചക്കയിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി ഏലക്കയും കൂടി ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ നെയ്യിൽ വരട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കുറച്ചുകൂടി ടേസ്റ്റും കൂടുതലുണ്ടാവും ഇങ്ങനെ വരട്ടി വെച്ച് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനിയിപ്പൊ നമ്മുടെ ചക്ക തണുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അരിപ്പൊടി അധികമായി പോകരുത്, നമ്മുടെ ചക്കയായിരിക്കണം കൂടുതലായിട്ട് വേണ്ടത്, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഇനി ഞാൻ ഇതൊക്കെ ഇടന്ന ഇല എടുത്തിട്ടുണ്ട്. അപ്പൊ ഇടന്ന ഇലയിലേക്ക് ഓരോന്ന് വെച്ചു കൊടുക്കാം. നമുക്ക് ഇടനിലയിലാവുമ്പോ ആ ഇടനിലയുടെ മണവും കൂടിയും ഉണ്ടാവും. കുറച്ചുകൂടി മണം കിട്ടാനും ടേസ്റ്റിനും ഒക്കെ ഇടനിലയിലാണ് നല്ലത്. ഇടനില ഇല്ലാത്തവര് വാഴയിലയിലായിരിക്കുമല്ലോ വെക്കണത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇടനില ഉണ്ട്, അതുകൊണ്ട് ഇതിലാണ് ചക്കട ഉണ്ടാക്കാറ്. ഇനി ഇടനില ഊരിപ്പോവാതിരിക്കാൻ, തുറന്നു പോവാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു ഈർക്കിളി കുത്തിവെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി ബാക്കിയുള്ളതും എല്ലാം ഇതുപോലെ തന്നെ
സെറ്റാക്കി എടുക്കാം. ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റീമറിൽ വെച്ച് ഒരു 1/4 മണിക്കൂർ സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചക്കട റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ ചക്കയുടെ ഒക്കെ നന്നായിട്ട് വെന്ത ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.